ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാലഡാട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കഴിച്ചാൽ വയറ് നന്നായിട്ട് തന്നെ ഫില്ലായിട്ട് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. എഗ്ഗ് സാലഡാണ് റെഡിയാക്കി എടുക്കുന്നത്. 3 മുട്ട പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ 2 കുക്കുംബർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള കേട്ടോ, ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ പീസായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം, അതേപോലെ കാബേജ്, അതുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് എഗ്ലെസ് മയോണൈസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വാങ്ങിക്കൂലേ, ആ ഒരു മയോണൈസാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് പുഴുങ്ങിയിട്ട് മയോണൈസ് ഉണ്ടാക്കുമല്ലോ എഗ്ഗ് വെച്ചിട്ടുള്ളത്, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പുഴുങ്ങി മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന മയോണൈസിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് സാലഡ് ഇതുവരെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം കേട്ടോ. നമുക്ക് ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുക്കുംബർ ആയാലും സവാള ആയാലും ഒക്കെ അതിനൊക്കെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞത് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുക. കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സാലഡിൽ പല പരീക്ഷണം നടത്താറുണ്ടാവില്ലേ എല്ലാവരും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്